എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ ഇന്നാണ് പോകുന്നത് സോളാൻഡ് 2 എന്നാൽ ഇവിടെ 12ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിന്റെ ആദ്യം തന്നെ ഡീൻ ഷൂവിനെ വഴക്ക് പറയുന്നു. ആരോട് ചോദിച്ചിട്ട് അവരെ പുറത്താക്കി. സീനിയർ ടീച്ചേഴ്സ് പോലും ഇങ്ങനെ കാണിക്കില്ല എന്ന് പറയുകയാണ്. ഹുവാബിനെയൊക്കെ പുറത്താക്കിയതുണ്ട്. എന്നാൽ ഷൂയി ടീച്ചർ അത്രയ്ക്കാണെങ്കിൽ എന്നെ ഡിസ്മിസ് ചെയ്തേ, ഞാൻ ഇങ്ങനെ പഠിപ്പിക്കൂ. അത് കേട്ട് ചിരിച്ചിട്ട് ശരി നിന്റെ ടീച്ചിങ് എങ്ങനെ പോകുന്നു നോക്കാം. ഇന്നർ കോർട്ടിലേക്ക് 5 ബെസ്റ്റ് സ്റ്റുഡൻസ് ഗ്രാജുവേറ്റ് ആയി കാണിക്കേ, എനിക്ക് നോക്കാം. ഇല്ലെങ്കിൽ നീ പറഞ്ഞതുപോലെ തന്നെ നിന്നെ പുറത്താക്കും. ഇത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഷൂയി അവിടെ നിന്ന് പോന്നു. അതിനുശേഷം യുഹാവ് സോൾ ഡിവിഷനിലേക്ക് എത്തി. ഫാനു അവൻ ഫൈറ്റ് ചെയ്തത് ഷൂയി ടീച്ചർ വഴി അറിഞ്ഞു എന്ന് പറയുകയാണ്. എന്നിട്ട് ഫാനു ഈ സോൾ ഗൈഡിങ് അതിനെപ്പറ്റി ഓരോന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സോൾ ഗൈഡിങ്ങിനെ പറ്റി അറിയുന്ന കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവൻ അറിയാമെന്ന് പറയുന്നു. ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ളത് തന്നെ, ഒരു സോൾ മാസ്റ്ററിന് ഉപകാരമുള്ളതാണ് ചെറിയ സോൾ പവർ കൊടുത്ത് നല്ലൊരു അറ്റാക്കിങ്, ഡിഫൻസ് അങ്ങനെ ഓരോന്ന് ചെയ്യാൻ കഴിയും എന്നൊക്കെ പറയുമ്പോൾ ശരിയാണ്, ഒരു സോൾ മാസ്റ്ററിന്റെ ലൈഫ് തന്നെ സേവ് ചെയ്യാൻ കഴിയും. ഫാനു പിന്നെ കാര്യങ്ങൾ പറയുന്നു. മേജർ ടൈപ്പ് സോൾ ഗൈഡിങ് ടൂൾസ് ഉണ്ട്, അതിന് മിലിറ്ററി വെപ്പൺസ് എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് അതിനെ കുറിച്ച് പറയുകയാണ്. അത് കാണിച്ചും കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ ഉള്ള സോൾ മാസ്റ്റേഴ്സിന് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നു. സോൾ ഗൈഡിങ് മാസ്റ്റേഴ്സിനെ വില കുറച്ച് കാണുകയാണ്. അവനോട് ഒരു വാർ വന്നാൽ ഇതുപോലെയുള്ള വെപ്പൺസ് ഉപകാരമുണ്ടായിരിക്കും എന്ന് പറയുമ്പോൾ 4000 വർഷങ്ങൾക്ക് മുൻപ് നടന്നാണെന്ന് ചോദിക്കുകയാണ്. അത് എന്ന് പറഞ്ഞിട്ട് പറയാൻ തുടങ്ങി. അന്ന് ഒരുപാട് എംപയർ ഉണ്ടായിരുന്നു. അതിൽ റിയു എംപയറിന്റെ കയ്യിൽ സോൾ ഗൈഡിങ് ഉണ്ടായിരുന്നു. അതുപയോഗിച്ച് 3 ടാങ്ക് സെറ്റിൽ അലൈസ് ആയിരുന്ന 3 എംപയർസിനെയും തോൽപ്പിച്ചു. ടാങ്ക് സെറ്റിലെ വെപ്പൺസ് ഉണ്ടായിട്ട് പോലും അതിനുശേഷം ടാങ്ക് സെറ്റ് നിലംപതിച്ചു. കുറച്ച് വർഷം കഴിഞ്ഞപ്പോൾ റിയു എംപയറിനെ തോൽപ്പിച്ചു. അവരുടെ ആ സോൾ ഗൈഡിങ് വെപ്പൺസ് 3 എംപയറിനായിട്ട് കൊടുത്തു. ഷ്രെക്ക് സ്കൂള് സോൾ ഗൈഡിങ് ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവരാൻ അതിനായിട്ട് ഒരുപാട് ട്രൈ ചെയ്തുവെങ്കിലും ആദ്യം അതിന്റെ ഫൗണ്ടറിന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ 0 ആയിരുന്നു. ഒരുപാട് ജനറേഷൻസിന്റെ സ്ട്രഗിള് കാരണമാണ് ഇപ്പോൾ ഇതുവരെ എത്തിയത്. എന്നിട്ട് ഇനി റിയു എംപയർ വാറിന് നിന്നാലും അത്ര പ്രയാസം പെടാൻ പോകുന്നില്ല. കാരണം ചോദിക്കുമ്പോൾ സൺമൂൺ കോണ്ടിനെന്റ് ആയിട്ട് വാർ നടന്നതിന് ശേഷം ഒരുപാട് റെയർ ആയിട്ടുള്ള മെറ്റൽസ് അതുണ്ടായിരുന്നു. അത് യൂസ് ചെയ്യും. അത് ഉപയോഗിച്ച് നല്ലൊരു സോൾ ഗൈഡിങ് ഉണ്ടാക്കാൻ കഴിയും. ഒരു ഹൈ ലെവൽ സോൾ ഗൈഡിങ് മാസ്റ്റർ ആകാനും കഴിയുമെന്ന് അപ്പോൾ അതിനെപ്പറ്റി പറയുകയാണ്. അതെന്നത് ഒരു സോൾ മാസ്റ്ററിനെ പറയുന്നത് പോലെ തന്നെയാണ്. അതിൽ ലോ ലെവൽ മുതൽ ഹൈ ലെവൽ വരെയുണ്ട്. ബേസിക് ലെവൽ എന്നത് 1 മുതൽ 3, മിഡ്, അഡ്വാൻസ്, മാസ്റ്റർ അങ്ങനെ പോകും. അതാണ് 10. ഫാനു 8ാമതാണ്. അവന് സോൾ ഗൈഡിങ് ടൂൾ ഉപയോഗിക്കുന്നത് കാണിച്ചു കൊടുക്കണം. അത് കയ്യിൽ വെച്ചുള്ളതാണ്. അത് ഉപയോഗിക്കുന്നത് കണ്ട് ടാങ്ക് സെറ്റിലെ ക്രോസ് ബോ അതുപോലെ തന്നെയാണ് ഇത് എന്ന് മനസ്സിലായി. ചില സോൾ ഗൈഡിങ് വെപ്പൺസ് കൂടുതൽ മിലിറ്ററി വെപ്പൺസിൽ ആയിട്ടാണോ കാണുന്നത്, അതിൽ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞ് അതിനെക്കുറിച്ചും പറയാൻ തുടങ്ങി. അതിനുള്ളിലെ ഇന്നർ കോർ ഷെല്ല് അതുള്ളത് കൊണ്ടാണ് അത് അത്രയും പവർഫുൾ ആകുന്നത്. അതിനായിട്ട് സ്പെഷ്യൽ മെറ്റലുണ്ട്. അത് പെർഫെക്റ്റ് ആയി മാത്രമേ വർക്ക് ആവുകയുള്ളൂ. എക്സാമ്പിളായിട്ട് ഐസ് ആട്രിബ്യൂട്ട്സ് ഉള്ള ഒരു സോൾ ഗൈഡിങ് ആണെങ്കിൽ അത്രയ്ക്ക് ലോ ടെമ്പറേച്ചർ വരുത്തിക്കണം. ഇതുണ്ടെങ്കിൽ അധികം സോൾ പവർ പൊട്ടിക്കേണ്ടിയും വരില്ല. അതിന്റെ മുകളിൽ ആ ഭാഗത്തായി എന്താണ് എന്ന് യുഹാവിന് ആഗ്രഹം. അത് കാണിച്ചു കൊടുത്തത് അതൊരു കുഞ്ഞു സാധനമാണ്. ഒരുപാട് ലൈൻ പോലെയുള്ള ഒരു ഡിസൈൻ. ഇതുണ്ടാക്കിയെടുക്കാൻ ഓരോ ടൈമിലും അതിൻ്റെതായി സോൾ പവർ കൊടുക്കണം. അത്രയ്ക്ക് ഹാർഡ് വർക്ക് ചെയ്ത് മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ. യുഹാവ് നൈറ്റ് അത് യൂസ് ചെയ്ത് അതിന്റെ എഫക്റ്റ് അത് കാണിച്ചു കൊടുക്കണം. അവർക്ക് അതുകൊണ്ട് അതിശയം. അവരോട് അതിനെ കാനൂൺ അതങ്ങനെ പറയാം. അത് ക്രോസ് ബോനെ പോലെയാണ്. രണ്ടും കൂടി കമ്പൈൻ ചെയ്ത പുതിയൊരു വെപ്പൺസ് ആയിട്ട് ടാങ്ക് സെറ്റിൽ ഉപയോഗിക്കാൻ കഴിയും. വെയ്ബയെ സംബന്ധിച്ച് ഷവിയും ഞാനും അത് മുൻപേ പ്ലാൻ ചെയ്തിരുന്നു. എന്നാൽ ഫാനു അവരെ ഡിസിപ്ലൈറ്റ് എടുത്തില്ല. കഴിഞ്ഞ 3 മാസം കൊണ്ട് തന്നെ അവൻ നേടിയെടുത്തു. അപ്പോൾ ഷവിയ ടാങ്ക് സെറ്റിനെ താങ്ങി നിർത്താനുള്ളത് ഇനി യുഹാവോനാണ് എന്നത് പറയുകയാണ്. ടാങ്ക് സെറ്റിന്റെ റെസ്പോൺസിബിലിറ്റി വലുതാണ്. യുഹാവെ അത് ആലോചിച്ചിട്ട് ഞാൻ ചെയ്യുക തന്നെ ചെയ്യും എന്ന് പറയുകയാണ്. അതിനുശേഷം പിന്നും ഫാനുവിന്റെ അടുത്ത് പോയി. ഫാനു പറയുന്നത് ഒരു സോൾ ഗൈഡിങ് സുപ്പീരിയർ ആകണമെങ്കിൽ ഹാമർ ആദ്യം പിടിക്കാൻ ഉപയോഗിക്കാൻ കഴിയണം. അവനത് ചെയ്യാനായിട്ട് തുടങ്ങി. പഠിത്തം, ട്രൈ, കൾട്ടിവേഷൻ, പൊട്ടിത്തെറി, പിന്നെ ട്രൈ, ഫാനുവിന്റെ ഗൈഡ്, അവന്റെ അമ്മയെ ഓർത്തിട്ട് ഉറപ്പായി ഞാൻ നേടും എന്ന മനസ്സിലെ ആത്മവിശ്വാസം. അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ കടന്നുപോയി. 8 മാസം അങ്ങനെ കടന്നു പോവുകയാണ്. യുഹാബ ഷ്രെക്ക് അക്കാഡമിയിൽ വന്നിട്ട് ഏകദേശം 1 വർഷം ആകാറായി. ഇന്ന് അവൻ ആ കോർ ഷെല്ല് അതുണ്ടാക്കി ഒരു പുതിയ സോൾ ഗൈഡിങ് അതുണ്ടാക്കാനുള്ള ടൈമായി. അത് ജയിക്കണം. അവന് കഴിയുമോ എന്നാണ് ഫാനു. അവൻ പിന്നെ അത് ആത്മവിശ്വാസത്തോടെ ചെയ്യാനായിട്ട് തുടങ്ങി. അവൻ അതിനുള്ളിൽ നിന്നും ചെയ്യുന്നത് പോലെയും ഓരോ ലൈനും വർക്ക് ചെയ്യുന്നത് അത്രയ്ക്ക് സൂക്ഷ്മമായിട്ടാണ്. അതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ടും ആണ്. അല്ലെങ്കിൽ അത് ഒരു വലിയ പ്രശ്നം തന്നെ ഉണ്ടാക്കാം. ഫാനു ആണെങ്കിൽ അവന് കഴിയുമോ എന്ന രീതിയിൽ നിൽക്കുന്നു. അങ്ങനെ കുറച്ച് മണിക്കൂർ കടന്നു പോകുമ്പോൾ അവനത് കംപ്ലീറ്റ് ആകുകയും ചെയ്തു. ഒരു എക്സ്പ്ലോഷൻ പോലെ വന്നെങ്കിലും അത് നോർമലുമായി. ഫാനു വന്നിട്ട് ഇനി ഒരു സ്റ്റെപ്പ് കൂടിയുണ്ട് എന്ന് പറഞ്ഞിട്ട് കൈട്ടൂനെ കൊണ്ട് അത് ടെസ്റ്റ് ചെയ്യിപ്പിച്ചു. അവനത് നോക്കി അത് സക്സസ് ആയി. അവനൊരു സോൾ ഗൈഡിങ് മാസ്റ്റർ ലെവൽ 2 ആയി എന്ന് പറയുവാണ്. ഇത്ര ചെറിയ ടൈമിൽ തന്നെ ഷ്രെക്ക് സ്കൂളിൽ ആദ്യമായിട്ടാണ് എന്ന് മനസ്സിലും. അതിനുശേഷം അവരെ ഓഫീസിലേക്ക് കൊണ്ടുവന്ന് കൈട്ടൂനോട് പ്ലാൻ ചോദിക്കുമ്പോൾ അവൻ ഓർഫണാണ്, അതുകൊണ്ട് തന്നെ എവിടെ പോകേണ്ട ആവശ്യമില്ല. യുഹാവനോട് ഇനി സോൾ പവർ കൂട്ടാൻ ആയിട്ട് നോക്കണം, അത് അത്യാവശ്യമാണെന്ന് പറയുകയാണ്. കാരണം വലിയ സോൾ ഗൈഡിങ് ടൂൾസിന്
സോൾ പവർ കൂടുതൽ ആവശ്യമാണ്. അവൻ 20 ലെവലായി എന്ന് മനസ്സിലായി. അവന് പുതിയ സോൾ റിംഗ് ഒപ്പിക്കാൻ ഫാനു വരാമെന്ന് പറയുമ്പോൾ അവൻ ആ എക്സാം ജയിച്ചത് കാരണം ഒരു സോൾ റിംഗ് കിട്ടി, അത് സ്യൂട്ടബിൾ ആയത് എടുക്കാം എന്ന് പറയുവാണ്. അപ്പം നീ പോവാണ് എന്നതിന് അതെ നാളെ ഫാനു സമ്മതിച്ചിട്ട് ഷൂയി നിന്നെ ഒന്ന് കാണാൻ എന്ന് പറഞ്ഞു വിട്ട്. അതിനുശേഷം ഷൂയി ടീച്ചർ എല്ലാവരോടും ഇത് ഷ്രക്ക് സ്കൂളിലെ ഫസ്റ്റ് ഇയറിന്റെ ലാസ്റ്റ് ഡേ ആണ്, കണ്ടതിൽ വെച്ച് ബെസ്റ്റ് ആയിട്ടുള്ള ക്ലാസ് തന്നെയായിരുന്നു ഇത്. അത് കേട്ട് എല്ലാവർക്കും ഹാപ്പി. വാങ്ഡോങ് ഇനി ഷൂയി ടീച്ചർ വരെ പ്രഗ്നന്റ് വേണം. മുൻപുള്ള സ്വഭാവം ഇപ്പോൾ ഒരുപാട് മാറി. അതിന് ഷൗ വായിൽ നല്ലൊന്നും വരില്ല. ഇനി ഇവിടെ സ്റ്റേ ചെയ്യുന്നവര് സെക്കൻഡ് ഇയർ സ്റ്റുഡൻസിന്റെ പഠിച്ച് പോകണം. അടുത്ത വർഷം എക്സാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇതിലൂടെയാണ്. അത് കേട്ട് അവരുടെ ആ ഫ്ലോ എന്ന് പോയി. സെക്കൻഡ് ഗ്രേഡിലേക്ക് പോകാൻ 20 ലെവലെങ്കിലും വേണം. അതുകൊണ്ട് ഈ വെക്കേഷനിൽ രണ്ടാമത്തെ സോൾ റിംഗ് ഇല്ലാതെ വന്നാൽ എന്ന് യുഹാബാനെ ഉദ്ദേശിച്ച് പറഞ്ഞ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവസാനം നിർത്തി. അപ്പോൾ ടൈമിങ് ഇത് മതി, ഇതാണ് എനിക്ക് ഒരു വലിയ പ്ലാൻ ഉണ്ടാക്കാനുള്ള ടൈം എത്തിയത്. യുഹാബ് കാര്യം ചോദിക്കുമ്പോൾ പിന്നെ പറയാം, എന്ത് തന്നെയായാലും ഇത് ആരും അറിയത്, വാങ്ഡോങ് പോലും എന്ന് എടുത്തു പറയുന്നു. അതിനുശേഷം വാങ്ഡോങ്ങിനെയും യുഹാബിനെയും ഷൂയി വിളിച്ചു വരുത്തി. യുഹാബിനോട് സെക്കൻഡ് സോൾ റിംഗ് എടുക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ എന്നതിന് ഇല്ലെന്ന് പറയുമ്പോൾ വാങ്ഡോങ്ങിനോട് നീയാണ് ക്ലാസ് ലീഡർ, നീ നേരത്തെ വരാൻ നോക്കണം ഓക്കെ എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിട്ടു. വാങ്ഡോങ് എന്നാണോ ആ ഹേഷ്യൻ ഐലൻഡിൽ പോയി പഠിക്കാൻ പോകുന്നത്, ജീനിയസ് എന്ന് കേൾക്കണ്ട, അവര് മാറി നിൽക്കും എന്ന് കളിയാക്കിക്കൊണ്ട് യുഹാബ് അവനൊരു സോൾ റിംഗ് ഇനി ഒറ്റയ്ക്ക് എടുക്കണം അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ, ഒരു സോൾ ഗൈഡിങ് ഡിവിഷനിലെ കോർ സ്റ്റുഡൻ്റ് ആണ്, എനിക്കതൊക്കെ കഴിയും, മനസ്സിലാണെങ്കിൽ എന്നോട് ക്ഷമിക്കുക, ടൈമിങ് ഈ സീക്രട്ട് പറയരുതെന്ന് പറഞ്ഞതുകൊണ്ടാണ്. വാങ്ഡോങ്ങിനോട് കള്ളം പറയുന്നതിൽ അവന് കുറ്റബോധമുണ്ട്. ടൈമിങ് അവനോട് നിന്റെ സെക്കൻഡ് മാർഷൽ സോൾ ഐസാണ്, ഞാൻ എൻ്റെ വീട്ടിലേക്കാണ് നിന്നെ കൊണ്ടുപോകുന്നത്, നോർത്തേൺ സൈഡിലേക്ക്. വാങ്ഡോങ്ങിനാണെങ്കിൽ ടെൻഷൻ, അവൻ ഒറ്റയ്ക്ക് സോൾ റിംഗ് എടുക്കുന്നതിൽ വല്ലതും പറ്റുമോ എന്നൊക്കെ. അതിനുശേഷം വാങ്ഡോങ്ങിനെ പറഞ്ഞുവിടാനായിട്ട് ഒരു സ്ഥലത്ത് നിൽക്കുന്ന വാങ്ഡോങ്ങിന് പിരിയാൻ പോകുന്നതിൽ സങ്കടമുണ്ട് എന്ന് അവൻ്റെ മുഖത്ത് നോക്കിയാൽ കാണാം. അപ്പോഴേക്കും വണ്ടിയും വന്ന് അതിലേക്ക് കയറുന്നു. അവ പറയുന്നുണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരാൻ നോക്കാം. അവനോട് സേഫ് ആയിട്ട് പോകാനായിട്ട് പറയുന്നു. അവനത് സമ്മതിച്ച് ബായും കൊടുത്ത്, മനസ്സിലാണെങ്കിൽ എനിക്ക് നിന്നോട് സോറി കള്ളം പറയേണ്ടി വന്നതിൽ. അങ്ങനെ രണ്ടുപേരും പിരിഞ്ഞു. അവിടെയുള്ള ടീച്ചേഴ്സും ഫ്രണ്ട്സിനോടും ബൈ പറഞ്ഞിട്ട് ഞാൻ വരുമ്പോൾ നിങ്ങൾക്കുള്ള ഒരു വലിയ സർപ്രൈസ് ആയിട്ടായിരിക്കും വരിക എന്ന് യുഹാവ അടുത്ത ലക്ഷ്യത്തിനായിട്ട് ടൊളുവ കോണ്ടിനെന്റിലെ നോർത്തേൺ ഭാഗത്തേക്ക് പോവുകയാണ്. അവിടെയുള്ള ഒരാൾക്ക് മീനൊക്കെ പിടിച്ച് സഹായിച്ചു. അങ്ങനെ കുറേ പോകുന്നു. നോർത്തേൺ എന്ന് പറയുമ്പോൾ ഒരുപാട് പോകണം. 5 ദിവസം കഴിഞ്ഞ് അങ്ങനെ ഒരു മഞ്ഞുമല കണ്ട് അവസാനം എത്തി എന്ന് പറഞ്ഞ് നാളെ പോകാൻ എന്ന് വിചാരിച്ച അതിനുള്ള കാര്യങ്ങൾ ചെയ്യുവാണ്. മാപ്പൊക്കെ നോക്കുമ്പോഴാണ് ഇത് തുടങ്ങിയത് മാത്രമേ ഉള്ളൂ എന്നത് മനസ്സിലായി. യുഹാബിന് ഒരു ഡൗട്ട്, എക്സ്ട്രീം നോർത്തിലെയാണ് ടൈമിങ്ങിന്റെ വീട് എങ്കിൽ സ്റ്റാർ ഫോറസ്റ്റിൽ വന്നത് എന്ന് എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ അപ്പോഴാണ് ടൈമിങ് അവന്റെ പാസ്റ്റ് പറയാനായിട്ട് തുടങ്ങി. ഞാൻ ജനിച്ചത് ഐസസിൽക്ക് വോം സ്പിരിറ്റ് ക്രീച്ചർ ആയിട്ടാണ്, അതുകൊണ്ട് തന്നെ കൾട്ടിവേഷൻ ചെയ്യുമ്പോൾ 2 എണ്ണമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്, 1 സ്പിരിറ്റും 2 ഐസ് ആട്രിബ്യൂട്ട്സും. എന്നാൽ ഫൈറ്റിംഗ് പവർ വളരെ ലോ ആണ്, അതുകൊണ്ട് തന്നെ നാച്ചുറൽ എനിമീസ് ഉണ്ടാകും. സ്കോർപ്പിയൻ അല്ലെങ്കിൽ തേള് അത് 10,000 വർഷത്തിൽ കൂടുതൽ കൾട്ടിവേഷൻ ചെയ്യാൻ സമ്മതിക്കില്ല. എന്നാൽ അവനെ വെച്ച് 10,000 പോയിട്ട് 13ാമത്തെ വയസ്സിൽ തന്നെ അത് കൊല്ലാനായിട്ട് ശ്രമിച്ചു. എന്നാൽ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഓടി എന്ന ഒരു ഐസ് ഹോളിലേക്ക് വന്നു വീണു. അവൻ്റെ ലക്കാണോ എന്നറിയില്ല, അവിടെ ഐസ് എസൻസ് ആയിരുന്നു. ആ ഐസ് എസൻസ് ഒരു കൾട്ടിവേഷൻ ചെയ്യാൻ വളരെ പ്രധാനമായിരുന്നു. അവൻ പിന്നെ അത് അബ്സോർബ് ചെയ്യാനായിട്ട് തുടങ്ങി. ഏകദേശം 10,000 വർഷം ഞാൻ ഉറങ്ങി അത് അബ്സോർബ് ചെയ്തു. പിന്നെ പുറത്തേക്ക് പോകാൻ നോക്കി, എന്നാൽ ഒരു വഴിയുമില്ലായിരുന്നു. അങ്ങനെ ഒരുപാട് വർഷങ്ങൾ കടന്നുപോയി. ഗോൾഡൻ കളറിലുള്ളത് 1 വർഷമാകുമ്പോൾ കിട്ടുന്നതാണ്. അവൻ്റെ ഓർമ്മ വെച്ച് ആരും തന്നെ 1,00,000 വർഷം അവൻ്റെ ക്ലാനിൽ പോയിട്ടില്ല. അവനാണ് ആദ്യമായിട്ട് അത് കടക്കുന്നത്. ഇതേ സമയത്ത് യുഹാബ സോൾ ഗൈഡിയൻ ടൂൾസ് ഉപയോഗിച്ച് പോവാണ്. 1,00,000 ആയപ്പോൾ ഞാൻ പുറത്ത് കടന്ന് സ്റ്റാർ ഫോറസ്റ്റിലേക്ക് പോയി. എന്നാൽ അവൻ അറ്റാക്ക് ചെയ്യാൻ വളരെ പാടായിരുന്നു, കാരണം അത്രയ്ക്കും വർഷം ആ കേവിനുള്ളിൽ മാത്രമായിട്ട് ഉറക്കമായിരുന്നല്ലോ. എന്നാൽ ആ ഗോൾഡൻ കളർ അതുള്ളത് കൊണ്ട് തന്നെ 1,00,000 വർഷത്തിന് പ്രായമുള്ള സോൾ ബീസ്റ്റുകൾ അട്രാക്റ്റേറ്റീവ് ഉണ്ട്. ആ വന്നപ്പോൾ അതിനൊക്കെ കൊണ്ട് ബാക്കി കൾട്ടിവേഷൻ ചെയ്തു. ഞാൻ മരിച്ചെന്ന് വിചാരിച്ച്. എന്നാൽ അപ്പോഴാണ് ഗോൾഡൻ കളർ കാണുന്നത്. അത് 10 എണ്ണമായിരുന്നു. അപ്പനായിട്ട പേരാണ് സ്കൈ ഡ്രീം ഐസ് വോം. അവനെ ഹെൽപ്പ് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ അവനെ ഉപദ്രവിച്ച എല്ലാത്തിനെയും തിരികെ റിവഞ്ച് ചെയ്യാനാണ് എന്ന് പറയുവാണ്. പിന്നീട് കൾട്ടിവേഷൻ ചെയ്ത് മുന്നോട്ട് പോകാൻ 1,00,000 വർഷത്തിന് സോൾ ബീസ്റ്റുകളെ പോരായിരുന്നു. അപ്പോഴാണ് വേറൊരു വഴി കിട്ടിയത്, വിഡ്സം സോൾ റിങ്. അതിനെ കൾട്ടിവേഷൻ ചെയ്തു. എന്നാൽ വിഡ്സം എന്നത് മെന്റൽ സോൾ റിങ് ആണ്, അതിന് സ്പിരിച്വൽ ആട്രിബ്യൂട്ട്സ് ഉള്ളവരെ തേടി. എന്നാൽ ആരും തന്നെ അങ്ങനെയുള്ളതില്ലായിരുന്നു. അങ്ങനെ അവസാനമാണ് യുഹാബ വന്നത്. ഇത്രയുമാണ് സ്റ്റോറി. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് അത് ഒരുപാട് ഉള്ളിലേക്ക് പോകുമ്പോൾ അവന്റെ ശരീരമൊക്കെ തണുത്ത് വിറയ്ക്കാനായിട്ട് തുടങ്ങി. പ്രതിരോധിക്കാൻ കഴിയാതെ ഇങ്ങനെ പോകുവാണെങ്കിൽ അവൻ മരിക്കും. ഇനി എങ്ങോട്ടാണ് വഴിയെന്ന് ചോദിക്കുമ്പോൾ മാപ്പിൽ അതില്ല. ടൈമിങ്ങിനെ വിളിക്കുമ്പോൾ റെസ്പോൺസ് ഇല്ല. ഉറങ്ങല്ലേ വഴി പറഞ്ഞതാ. അപ്പോൾ ടൈമിങ്ങിനെ അറിയില്ല എന്ന് പറയുകയാണ്, കാരണം 1 മില്യൺ ഇയേഴ്സ് കഴിഞ്ഞല്ലോ. അതിന് യുഹാബോ എന്താ പറയുന്നത്?
അതിന് യുഹാവ കളിക്കല്ലേ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ നിനക്കറിയാലോ ഞാൻ സ്പിരിറ്റ് കൾട്ടിവേഷനും കൂടി ചെയ്യുന്നുണ്ട്, അതുപയോഗിച്ച് നോക്കാം, നീ പോ, ആദ്യം ആ ക്ലോത്ത്സ് മാറ്റി. അത് കേട്ട് എന്തിനു ഞാൻ ഫ്രീസ് ആയിട്ട് ഡെഡ് ആകാനോ? അപ്പോഴാണ് ടൈമിങ് സ്പിരിറ്റ് രൂപത്തിൽ പുറത്ത് വന്നിട്ട് എന്നിട്ട് പട്ടുനൂൽപ്പുഴുവാണല്ലോ അവന്റെ ജാക്കറ്റാക്കി മാറ്റി. ഇത് അവന്റെ ബ്രീത്ത്, അത് ഹൈഡ് ചെയ്യും. മുന്നോട്ട് പോകുമ്പോൾ അവൻ വിചാരിക്കുന്നതിലധികം കോൾഡായിരുന്നു വരാൻ പോകുന്നത് എന്ന് പറഞ്ഞ് ടൈമെന്ന് പറയുകയാണ്. ഇനി ഞാൻ പറയുന്നത് മാത്രം നീ മസ്റ്റായിട്ട് കേൾക്കണം, ഇല്ലെങ്കിൽ നിന്റെ ലൈഫ് അവന് ഡേഞ്ചറിലാകും. അവന് സമ്മതിച്ചു പോകുന്നു. അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ, ബൈ.